ശബരിമലയിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 11:45 രാഷ്ട്രപതി 18ാം പടി കയറിയത്. പ്രത്യേക വാഹനത്തിൽ 15 മിനിറ്റ് കൊണ്ടാണ് രാഷ്ട്രപതി ശബരിമലയിൽ എത്തിയത്. രാഷ്ട്രപതിക്കൊപ്പം അംഗരക്ഷകരും ഇരുമുടിക്കെട്ടേന്തിയാണ് മല ചവിട്ടിയത്. പമ്പയിലാണ് കെട്ടുനിറച്ചത്. രാഷ്ട്രപതി അയ്യപ്പ ദർശനം നടത്തുമ്പോൾ ദേവസ്വം മന്ത്രി VN വാസവനും ഒപ്പമുണ്ടായിരുന്നു. സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൌസിലായിരുന്നു ഭക്ഷണവും വിശ്രമവും. രാഷ്ട്രപതിക്ക് ദേവസ്വം ബോർഡിന്റെ ഉപഹാരമായി കുബിളിന്റെ തടിയിൽ കൊത്തിയെടുത്ത അയ്യപ്പ രൂപം നൽകി. രാഷ്ട്രപതി ദർശനം കഴിഞ്ഞു മടങ്ങുന്നതുവരെ മറ്റു തീർത്ഥാടകർക്ക് നിലയ്ക്കലിനപ്പുറം പ്രവേശനമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ടയിലെത്തിയ രാഷ്ട്രപതി റോഡ് മാർഗമാണ് പമ്പയിലെത്തിയത്. ഇരുമുടിക്കെട്ട് നിറച്ച ശേഷം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന സ്വാമി അയ്യപ്പൻ റോഡിലൂടെ പ്രത്യേക ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. മെയ്യിൽ അയ്യപ്പ ദർശനം തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ പാക് സംഘർഷ സാധ്യതയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. പത്തനംതിട്ട കോന്നി പ്രേമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഹെലിപാഡിലാണ് സംഭവം. ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി ഹെലികോപ്റ്റർ തള്ളി നീക്കി. നിലയ്ക്കലിലെ ലാൻഡിംഗ് മാറ്റിയതോടെ ഇന്ന് രാവിലെയാണ് പ്രമാടത്തെ കോൺക്രീറ്റ് ഇട്ടത്. കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിന് മുൻപ് തന്നെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയതാണ് തറ താഴാൻ കാരണമായത്. സംഭവം ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് എന്ന് ആരോപണമുയരുന്നുണ്ട്. രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയ്ക്കായി ആദ്യം നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് അവസാന നിമിഷം ലാൻഡിംഗ് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയായിരുന്നു. രാവിലെ 7:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലെത്തി. നിശ്ചയിച്ചിലും നേരത്തെയായിരുന്നു രാഷ്ട്രപതിയുടെ യാത്ര.